Hi friends, ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടും ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് റീയൂസ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന്. വേറൊന്നുമല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലിൻ്റെ കവർ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരക്കാൻ അറിയാത്തവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് വിചാരിക്കുന്നു. ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ പ്ലെയിൻ ആയിട്ട് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിൽ മാത്രമാണ് നമ്മൾ കളർ ചെയ്തെടുക്കുന്നത്. താഴേക്ക് കളർ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. കളർ നല്ല നീറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട, കാരണം നമ്മളിത് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും സ്പോഞ്ച് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മിനിമം 2 കോട്ടെങ്കിലും കൊടുക്കുക, എന്നാലേ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ടാപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാപ്പ് റിമൂവ് ചെയ്യുമ്പോഴുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സൈഡ് എഡ്ജൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞു പോരുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുക. ടാപ്പ് പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കരുത്, മെല്ലെ മെല്ലെ എടുത്താൽ മതി, എന്നാലേ നമുക്ക് ആ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റോണുള്ള ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷന് യോജിക്കുന്ന ഏത് ലേസ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇതുപോലുള്ള ലേസസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി അങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പഴയ ഡ്രസ്സിൻ്റെയൊക്കെ താഴ്ഭാഗത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെയുള്ള ലേസസൊക്കെ, അപ്പോൾ അതൊക്കെ എടുത്താലും മതി. ഇനി ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് റബ്ബാണ്. കാരണം ഇതിൽ കുറച്ച് കളറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റബ്ബ് യൂസ് ചെയ്തത്. അപ്പോൾ ഹാൻഡ് റബ്ബ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ യൂസ് ചെയ്താലും നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഇനി നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ കവറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് സൺഫ്ലവർ മാത്രമാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒട്ടിക്കുമ്പോൾ നടുക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെഴുതി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടുക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നടുക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് മറ്റുള്ള സൈഡിലൊക്കെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോളാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ ഒട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നടുക്ക് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ നടുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഇനിയിപ്പോൾ താഴ്ഭാഗത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലേക്കൊക്കെ അപ്ലൈ ചെയ്താലും അവിടെയൊക്കെ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത ആ ഏരിയ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഫെവിക്കോൾ യൂസ് ചെയ്യുകയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷന്. ഇനി നെക്ക് പോർഷനിൽ ഒരു ത്രെഡും കൂടെ ചുറ്റി കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജൂട്ടിൻ്റെ ത്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. താങ്ക്